മലയാളിക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മനസ്സിനൊക്കെ ഉൾപ്പെടെ മികച്ച സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് നൽകിയത്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമകൾക്കും ഏറെ ആരാധകർ ഏറെയാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി ബാലഗോപാലം MI, ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ്, തലേണമന്ത്രം, സന്ദേശം, മൈ ഡിയർ മുത്തച്ഛൻ, ഗോളാന്തര വാർത്ത, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഞാൻ പ്രകാശം തുടങ്ങിയ സിനിമകളൊക്കെ ഈ കൂട്ടുകെട്ടിൽ എത്തിയവയുമാണ്. ഇപ്പോൾ ശ്രീനിവാസനെക്കുറിച്ച് പറയുകയാണ് സത്യൻ അന്തിക്കാട്. തനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ എഴുത്തുകാരനാണ് ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. സന്ദേശം എന്ന സിനിമ കഴിഞ്ഞ സമയത്ത് തനിക്ക് കിട്ടിയ ഊമക്കത്തുകളുടെ കണക്കില്ലെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ എഴുത്തുകാരനാണ് ശ്രീനി. സന്ദേശം കഴിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയ ഊമക്കത്തുകൾക്ക് കണക്കില്ല. സമൂഹത്തിൽ വളരെ ആഴത്തിൽ ആണ്ടിറങ്ങുന്ന വിമർശനങ്ങൾ ഒരു മടിയുമില്ലാതെ പ്രയോഗിക്കുകയും അതിൻ്റെ സിനിമയായതുകൊണ്ട് എനിക്കും അതിൻ്റെ കൂരമ്പുകൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 30 കൊല്ലം പോലും മുമ്പ് പോളണ്ടിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞ് ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട്. ഈ ബുദ്ധി നമുക്കെന്താ നേരത്തെ തോന്നാത്ത ദാസ എന്ന സംഭാഷണം നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ സ്ഥിരം പ്രയോഗിക്കുന്ന മാറി ഒരുപാട് സംഭാഷണങ്ങൾ ശ്രീനി എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സിനിമയിലൂടെ ആകാൻ സാധിച്ചു എന്ന സന്തോഷം നൽകുന്നു. തിരക്കഥ മാത്രം വെച്ച് സിനിമ ചെയ്യാനാണ് സന്ദേശം. സംഭാഷണങ്ങൾ പലതും ചിത്രീകരണത്തിൻ്റെ ഇടയിലാണ് എഴുതിയത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു 30 കൊല്ലം മുമ്പ് യൂണിറ്റ് 1ൻ്റെ അടുത്തിരുന്ന് ശ്രീനിവാസൻ എഴുതിയ സംഭാഷണങ്ങളാണോ ഇതെല്ലാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു മഹാപ്രതിഭയാണ് ശ്രീനിവാസൻ, ഞാൻ സമ്മതിക്കുകയാണ് എന്ന് സത്യൻ അന്തിക്കാട് പറയുന്നു.